BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുണ്ടാകുന്നില്ലെന്ന വിമർശനം. അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയാൽ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകും. എന്നാൽ അങ്ങനെ ഒരു ഇടപെടൽ സർക്കാർ നടത്തുന്നില്ലെന്നാണ് വിമർശനം ഉയരുന്നത്. കർണാടക, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതിയുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളിൽ 423 കോടിയുടെ വൈദ്യുതിയാണ് കർണാടക വിറ്റത്. ഏകദേശം 600 മെഗാവാട്ട് വരും ഇത്. കർണാടകയിലും കേരളത്തിലും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. എന്നിട്ടും മന്ത്രിതല ഇടപെടൽ ഉണ്ടാകുന്നില്ലേ എന്നാണ് ഉയർന്നിരിക്കുന്ന ചോദ്യം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഇതിനിടയിലും സർക്കാരിന്റെ ഇടപെടൽ കൃത്യമല്ലെന്നാണ് ഉയർന്നിരിക്കുന്ന വിമർശനം. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ വൈദ്യുതി പുറത്തുവിൽക്കുന്നത് അറിഞ്ഞില്ലേ എന്നാണ് ചോദ്യം. മുൻകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയത് താൽക്കാലിക ആശ്വാസമായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിൽ ഒരു ഇടപെടലും നടന്നിട്ടില്ല. മുൻകാലങ്ങളിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ് എന്നായിരുന്നു അടുത്തിടെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെ വൈദ്യുതി നൽകുമ്പോഴും വിൽപ്പന നടത്തുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ഇടപെടൽ നടക്കുന്നില്ല. നിലവിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്നത്. അത്തരത്തിൽ ഉദ്യോഗസ്ഥതല ഇടപെടൽ കൊണ്ട് മാത്രം വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകില്ല. രാഷ്ട്രീയപരമായും മന്ത്രിതലത്തിലും ഇടപെടൽ നടത്തിയാൽ വൈദ്യുതി എളുപ്പത്തിൽ സംസ്ഥാനത്തിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. സാധാരണ നിലയിൽ സംസ്ഥാനം വൈദ്യുതി വാങ്ങുന്നത് 5 വഴികളിലൂടെയാണ്. കേന്ദ്ര നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതാണ് അതിൽ ഒന്ന്. ദീർഘകാല കരാർ, ഹ്രസ്വകാല കരാർ, പവർ എക്സ്ചേഞ്ച്, മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള ബാങ്കിംഗ് കരാർ എന്നിങ്ങനെയാണ് മറ്റു വഴികൾ. ഇതിനെല്ലാം റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുക സീഡ് പോർട്ട് വഴിയോ ബാങ്കിംഗ് വഴിയോ ആണ്. എന്നാൽ ഇതിന് സംസ്ഥാനം കരാറിൽ ഏർപ്പെടണം. വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അത്തരത്തിൽ ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നും വിമർശനമുണ്ട്. അതേസമയം ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരിക്കില്ല. തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ ശനിയാഴ്ച അനുമതി നൽകിയിരുന്നു. റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. കൂടുതൽ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ മറ്റ് മാർഗങ്ങളും KSEB തേടുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.